നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മുകുന്ദന്റെ BJP മനസ്സ് മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ. പാലിയേക്കര മടവാക്കരയിൽ കൊച്ചിൻ സേലം പാചകവാതക പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിച്ചു. പാചകവാതക വിതരണം പുനരാരംഭിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ദീപസ്തംഭവും താൽക്കാലിക കവാടവും ചെളി തേച്ച് നശിപ്പിച്ചതിൽ അന്വേഷണം ഊർജിതം. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വിശദാംശങ്ങളിലേക്ക്. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മുകുന്ദന്റെ BJP മനസ്സ് മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ പറഞ്ഞു. അത്തരം നേതാക്കൾക്ക് തെറ്റിതിരുത്തുവാനാണ് തന്റെ പോസ്റ്റെന്നും സുനിൽ ലാലൂർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പങ്കാളികളാകാത്ത നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം വീട്ടിലിരുന്ന് നടത്തിയാൽ മതിയെന്നും സുനിൽ ലാലൂർ പറഞ്ഞു. CC മുകുന്ദന്റെ വീട്ടിലെത്തി ജോസ് വള്ളൂർ ചർച്ച നടത്തിയതും ഡൽഹിയിൽ കൊണ്ടുപോയതും തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വാർത്തയായിരുന്നു. ഞാൻ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കോൺട്രവേഴ്സി വേണ്ട എന്ന് മിണ്ടാതിരുന്നതാണ്. പക്ഷേ തിരുത്തേണ്ട സമയത്ത് കൃത്യമായി തിരുത്തി മനസ്സിലാക്കി പോവേണ്ട സമയമാണ് രാഷ്ട്രീയം. നമ്മുടെ നേതൃത്വം അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന CC മുകുന്ദന്റെ മനസ്സിലും മനസ്സിലാക്കാൻ കഴിയാത്ത നേതാക്കൾ അവർ രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിനോ പരിപാടിക്കോ പങ്കാളികളല്ലാത്ത നേതാക്കൾ അവരവരുടെ രാഷ്ട്രീയം വീട്ടിലിരുന്ന് നടത്തിയാൽ മതി എന്ന് ആത്മാർത്ഥത്തിൽ വിശ്വസിക്കുന്നതിനാണ്. ഇനി അങ്ങനെ തുടരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായി അക്കൗണ്ടബിലിറ്റി വേണം രാഷ്ട്രീയപരമായി. അതുകൊണ്ട് ഈ CC മുകുന്ദനെ പോലുള്ള ആളുകളെ ഡൽഹിക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കേണ്ടിയിരുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നമ്മുടെ നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തകരും സഹപ്രവർത്തകർക്കുള്ള ആവേശത്തിനും അല്ലെങ്കിൽ ആത്മാർത്ഥതയ്ക്കും വേണ്ടി മാത്രമാണ് പറയുന്നത്. അതേസമയം സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ജോസ് വള്ളൂർ CC മുകുന്ദനെ കണ്ടതും സംസാരിച്ചതെന്നും അച്ചടക്കമുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് ജോസ് വള്ളൂർ നിർവഹിച്ചതെന്നും ഷൈൻ നാട്ടിക ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചു. പാലിയേക്കര മടവാക്കരയിൽ കൊച്ചിൻ സേലം പാചകവാതക പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിച്ചു. പാചകവാതക വിതരണം പുനരാരംഭിച്ചു. പൈപ്പിൽ ഒടിഞ്ഞിരുന്ന ഡ്രില്ലിന്റെ ഭാഗം നീക്കിയതിനു ശേഷം ക്ലാമ്പ് ബെൽഡ് ചെയ്താണ് ചോർച്ചയടച്ചത്. ഇതിനായി 9 മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത ഭാഗം നികത്തി പൂർവ്വസ്ഥിതിയിലാക്കുന്ന ജോലികൾ പൂർത്തിയായി വരുന്നു. ചോർച്ച കണ്ടെത്തിയ പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തള്ളുന്നതും മണ്ണ് നീക്കിയപ്പോഴുണ്ടായ ഉറവ് വെള്ളവുമാണ് ചോർച്ചയടയ്ക്കാൻ പ്രധാന തടസ്സമായിരുന്നത്. മണലിപ്പുഴയോട് ചേർന്ന പ്രദേശമായതിനാൽ 6 മീറ്റർ താഴ്ത്തിയപ്പോഴേക്കും വലിയ അളവിൽ വെള്ളം കുഴിയിൽ നിറയുകയായിരുന്നു. തുടർന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയുകയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും പാചകവാതക ചോർച്ചയുണ്ടായതും ചോർച്ച പരിഹരിക്കുന്നതിന് തടസ്സമായി. മടവാക്കരയിൽ കഴിഞ്ഞ മാർച്ച് 18-ാം തീയതിയായിരുന്നു LPG പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത്. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ദീപസ്തംഭവും താൽക്കാലിക കവാടവും ചെളി തേച്ച് നശിപ്പിച്ചതിൽ അന്വേഷണം ഊർജിതം. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ നടന്ന മോഷണ കേസുകളിലെ പ്രതികളെയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. എത്രയും വേഗം പ്രതികളെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്നും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലേക്ക് പ്രതിഷേധ നാമജപയാത്ര സംഘടിപ്പിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട DYSP M സന്തോഷ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷൻ ശങ്കരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടുന്നതിനിടെ തകർന്ന പോർക്കുളം അഗതിയൂർ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയില്ലെന്ന് ആക്ഷേപം. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി 1 വർഷം മുൻപാണ് റോഡ് പൊളിച്ചത്. പൈപ്പിടൽ പൂർത്തിയാക്കി അറ്റകുറ്റപ്പണി നടത്തുമെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നതാണെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്നാൽ 1 വർഷം കഴിഞ്ഞും റോഡ് നവീകരണം പൂർത്തിയായില്ല. അഗതിയൂർ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡാണ് തകർന്നു കിടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി സമരങ്ങൾ നടന്നിരുന്നു.
കഴുത്ത് പ്ലാസ്റ്റിക് ഭരണിയിൽ കുടുങ്ങി പെരുമ്പിലാവിലും പരിസരത്തുമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവ് നായയെ രക്ഷിക്കാനുള്ള നാട്ടുകാരുടെ ശ്രമം വിഫലമായി. ഒരാഴ്ച മുൻപാണ് കഴുത്ത് മുതൽ മുഖഭാഗം വരെയുള്ള നായയുടെ ശരീരം പ്ലാസ്റ്റിക് ഭരണിക്കകത്ത് കുടുങ്ങിയ നിലയിൽ തെരുവുനായയെ നാട്ടുകാർ കണ്ടത്. പല സന്ദർഭങ്ങളിലുമായി നിരവധി തവണ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും തെരുവുനായയുടെ കഴുത്തിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ഭരണി ഊരിമാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. ഒരാഴ്ചയോളമായി നായയ്ക്ക് വെള്ളമോ ഭക്ഷണമോ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നായ ഓരോ ദിവസം കഴിയുന്തോറും അവശനിലയായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ ഫയർഫോഴ്സിലും മറ്റും പരാതിപ്പെട്ടെങ്കിലും നായയെ രക്ഷിക്കാൻ മൃഗസ്നേഹികൾ ഉൾപ്പെടെ ആരും വരാത്തതിൽ നാട്ടുകാർ ഖേദം പ്രകടിപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ ഗോളക സമർപ്പണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് ദേവിയുടെ പഞ്ചലോഹ ഗോളകയും തിടമ്പും സമർപ്പിച്ചത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഗോളക സമർപ്പണത്തിന് മുൻപ് പള്ളിപ്പാന നടന്നു. ഗോളക സമർപ്പണത്തിന്റെ ഭാഗമായി ഗോളക ഗ്രാമപ്രദക്ഷിണം നടന്നിരുന്നു. തട്ടകത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും ദേശപുരകളിലും കുതിര സമുദായത്തിലുമായി ഗോളകയ്ക്ക് സ്വീകരണം നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, ശിവദാസൻ വടുതല, അരുൺ അമ്പക്കാട്ട്, മനോജ് പെരുവഴിക്കാട്ട്, ഉണ്ണികൃഷ്ണൻ മേലേപ്പുരയ്ക്കൽ, ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ശ്രീരാമൻ തെക്കൂട്ട്, സുജീഷ് അരുവാത്തോട്ടിൽ, കോർഡിനേറ്റർ ബാബുരാജ് കേച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Tulips, every beauty solution under a single umbrella. ഹായ്, വിഷു ഒക്കെ അല്ലേ വരുന്നത്? നമ്മുടെ ടുലിപ്സിൽ പുതിയ കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണല്ലേ? ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല, പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ ഓഫേഴ്സ് ആരും മിസ്സാക്കണ്ട. എത്രയും പെട്ടെന്ന് ടുലിപ്സിലേക്ക് വന്നോളൂ. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. കന്നി വോട്ടർമാർക്ക് മധുരം നൽകി ചളിങ്ങാട് മണ്ണുങ്ങൽ ഗ്രാമം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലം പഞ്ചായത്തിലെ മണ്ണുങ്ങൽ വാർഡിലെ കന്നി വോട്ടർമാർക്ക് മധുരം നൽകി ഇലക്ഷൻ കമ്മീഷൻ കന്നി വോട്ടർമാർക്ക് ഹൽവ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ സൈനുദ്ദീനും വാർഡിലെ വികസന സമിതി അംഗങ്ങളും ചേർന്ന് മധുരം നൽകാൻ തീരുമാനിച്ചത്. വാർഡിലെ 50ഓളം കന്നി വോട്ടർമാർക്ക് മധുരം നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ അനസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PM സൈനുദ്ദീൻ, വികസന സമിതി അംഗങ്ങളായ TA അഹമ്മദ്, നൂറുദ്ദീൻ, അനസ്കായി, റസൽ, ഷംസുദ്ദീൻ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കാരമുക്ക് ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ചിദംബര ക്ഷേത്രം നവീകരിച്ചു. നവീകരിച്ച ക്ഷേത്രത്തിന്റെ സമർപ്പണം ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ടിൽ അധ്യക്ഷനായി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി സ്വാമി വിഷ്ണു ഭാരതീയൻ, സ്വാമി ദിവ്യാനന്ദഗിരി കാക്കശ്ശേരി, രാധാകൃഷ്ണൻ, ഡോക്ടർ പി.എൻ. വിജയകുമാർ, ഗോപി കോരത്ത്, ശശിധരൻ കൊട്ടേക്കാട്, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി.ജി. മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കനോലി കനാലിൽ കല്ലുമ്മക്കായ നിക്ഷേപിച്ച് വിളവെടുത്ത് ഉപജീവനം കഴിക്കുകയാണ് മണലൂർ പാലാഴി സ്വദേശികളായ ദമ്പതികൾ. പാലാഴി കൂനത്ത് അജയഘോഷും ഭാര്യ ഉഷയുമാണ് വീടിന് സമീപമുള്ള കനോലി കനാലിലെ ഉപ്പുവെള്ളത്തിൽ കല്ലുമ്മക്കായ കൃഷിയിലൂടെ വിജയഗാഥ രചിക്കുന്നത്. കാസർഗോഡ് നിന്ന് കല്ലുമ്മക്കായകളുടെ വിത്ത് നിറച്ചു കൊണ്ടുവരുന്ന കയറുകൾ കനോലി കനാലിൽ ഒഴുക്കിനെയോ മറ്റ് ആവാസ വ്യവസ്ഥകളെയോ ബാധിക്കാത്ത രീതിയിൽ സ്ഥാപിച്ചാണ് കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്നത്. 2025 ഇവർ പരീക്ഷണം എന്നോണം കാസർഗോഡ് നിന്ന് 150 റോപ്പ് വാങ്ങി കനാലിൽ ഉപ്പുവെള്ളത്തിൽ പരീക്ഷിച്ചത്. വർഷത്തിൽ ഒരു തവണയാണ് വിളവെടുക്കുക. പുഴയിൽ ഉപ്പുവെള്ളം നിറയുന്ന സീസണിലാണ് വിളവിറക്കേണ്ടത്. മഴ പെയ്ത് ശുദ്ധജലം നിറയും മുൻപേ വിളവെടുക്കും. വിവിധ ജില്ലകളിലേക്ക് എത്തിച്ചാണ് ഇവർ വിപണി കണ്ടെത്തുന്നത്. തൊണ്ട് കളയാതെയുള്ള കല്ലുമ്മക്കായ കിലോ 200 രൂപയും തൊണ്ട് കളഞ്ഞ് മാംസം മാത്രമായത് കിലോയ്ക്ക് 1250 രൂപയുമാണ് വില. ഈ വർഷം 500 റോപ്പുകളിൽ വിത്തിറക്കിയതിൽ വിളവെടുപ്പ് തുടങ്ങി. കാസർഗോഡ് നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 500 എണ്ണം ഉണ്ട്. അത് ഓരോ റോപ്പുകളായിട്ട് ഇങ്ങനെ കെട്ടി ഞാത്തിയിട്ടിരിക്കുന്നു. ഡിസംബറിൽ കൊണ്ടുവന്ന് ഇപ്പോൾ അങ്ങനെ ഒരു കൊലയിൽ ഇപ്പോൾ 7 കിലോ 6 കിലോ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് ഞങ്ങൾ ക്ലീൻ ചെയ്ത് അങ്ങനോടെയും കൊടുക്കും. കുറച്ച് പണിയുണ്ട്. വൃത്തിയാക്കി പുഴുങ്ങി പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കോട്ടയത്തേക്കൊക്കെ പറഞ്ഞ് കൊട്ടയക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ അടുത്ത വീട് അടുത്ത അകലങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ടുണ്ട്. വിളവെടുക്കുന്ന കല്ലുമ്മക്കായയുടെ തൊണ്ട് പൊളിച്ച് മാംസമെടുക്കുന്നത് ശ്രമകരമായ ജോലിയാണ്. കല്ലുമ്മക്കായ പുഴുങ്ങി ചൂടാറും മുൻപേ തൊണ്ടെടുത്തിട്ടാണ് മാംസം പാക്കറ്റുകളിലാക്കുക. പാക്കറ്റിലാക്കുന്ന മാംസം ഫ്രീസറിൽ സൂക്ഷിച്ച് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നതാണ് പതിവ് രീതി. TCV തൃശൂർ. ചേലക്കര അന്തിമഹാകാളൻകാവിൽ കതിന പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ വയോധികൻ മരിച്ചു. ചേലക്കര സ്വദേശി പൊന്നേടത്ത് വീട്ടിൽ 72 വയസ്സുള്ള വേണുഗോപാലാണ് മരിച്ചത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ വെടിവഴിപാടിനായി കതിന നിറയ്ക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. എറണാകുളം മെഡിക്കൽ സെന്ററിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഊട്ടുപുരയ്ക്ക് സമീപമായിരുന്നു സംഭവം. കതിന പൊട്ടിക്കുന്നതിനിടെ തെറിച്ചുവീണ തീപ്പൊരി സമീപമിരുന്ന കരിമരുന്നിലേക്കും വേണുഗോപാലിന്റെ വസ്ത്രത്തിലേക്കും പടരുകയായിരുന്നു. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾക്കും ലൈസൻസിക്കുമെതിരെ ചേലക്കര പോലീസ് കേസെടുത്തു. കൊടകര വെല്ലപ്പാടി പുതികുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട ആഘോഷിച്ചു. എഴുന്നള്ളിപ്പിന് കുളങ്ങാട്ടിൽ കുട്ടികൃഷ്ണൻ ദേവന്റെ തിടമ്പേറ്റി. മേളത്തിന് കൊടകര ഉണ്ണിയും തായമ്പകയ്ക്ക് മൂർഖനാട് ദിനേശൻ വാര്യരും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് മാധവൻ നമ്പൂതിരി, മേൽശാന്തി നന്ദ്യാർലി മൂർഖനാട്ട് വനയ്ക്കൽ ശ്രീജിത്ത് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രക്കടവിൽ ആറാട്ട് നടന്നു. പെങ്ങാമുക്ക് പാറക്കുഴി പുഞ്ച കോൾപ്പടവിലെ കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. CK ജയദേവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ CK സദാനന്ദൻ, പൊന്നാനി കോൾ മേഖല ഭാരവാഹി ജയാനന്ദൻ, പടവ് സമിതി ഭാരവാഹി യൂസഫ് കരിച്ചാൽ എന്നിവർ സംസാരിച്ചു. 70 ഏക്കറിലധികം നെൽകൃഷിയുള്ള പാടശേഖരത്തിലെ കൊയ്ത്ത് 5 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും.
ചിറ്റിലപ്പള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ നവീകരണം നടത്തിയ പ്രതിഷ്ഠകളുടെ സമർപ്പണം നടന്നു. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി നാരായണൻ എമ്പ്രാന്തിരി, മേൽശാന്തി മഠത്തിൽ മുണ്ടയൂർ അരുൺ നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. നവീകരണ കമ്മിറ്റി കൺവീനർ ചിറക്കൽ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം പ്രസിഡന്റ് ചിറക്കൽ നന്ദകുമാർ, ക്ഷേത്രം ഊരാളൻ കെ കിട്ടുനായർ, ആധ്യാത്മിക പ്രഭാഷകൻ പഴമ്പുഴ KC മോഹനൻ, ക്ഷേത്രം സെക്രട്ടറി വിനോദ് കറുകയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസാദ വോട്ടും ഉണ്ടായിരുന്നു. ഗുരുവായൂർ തിരുവങ്കടം NSS കരയോഗത്തിലെ 200 കുടുംബങ്ങൾക്ക് വിഷുക്കണി ഒരുക്ക് കിറ്റ് വിതരണം ചെയ്തു. കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ കരയോഗത്തിലെ മുതിർന്ന അംഗമായ V പുരുഷോത്തമൻ നായർക്ക് കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് V ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M ശ്രീനാരായണൻ, ഷൺമുഖൻ തെച്ചിയിൽ, സുകുമാരൻ കണ്ണത്ത്, ഗോപി മനയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. തിരികെ വാർത്തകളിലേക്ക്. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു സംഗമം നടത്തി. പകൽ വീട്ടിൽ നടന്ന ചടങ്ങ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് SP RK ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി PP വർഗീസ്, ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, അനിൽ കല്ലാറ്റ്, MK നാരായണൻ നമ്പൂതിരി, PI സൈമൺ, നിർമ്മല നായിക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിഷുക്കൈ നീട്ട വിതരണവും അംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായി ദിവ്യബലിക്ക് ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അലക്സ് മരോട്ടിക്കൽ, ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ നിതിൻ പൊന്നാരി, കൈക്കാരന്മാരായ CD ജോർജ്, ജോൺ C തോമസ്, CK ഷെൽബി, ഡിക്സൺ ഡേവിഡ് തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വം നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ നടന്ന കാഴ്ചശിവേലിക്ക് ഇരിങ്ങപ്പുറം ബാബു മേളപ്രമാണം വഹിച്ചു. ഈ മാസം 19-ാം തീയതി ബലരാമ ജയന്തി വിപുലമായി ആഘോഷിക്കുമെന്ന് സെക്രട്ടറി AV പ്രശാന്ത്, പ്രസിഡന്റ് P പുരുഷോത്തമ പണിക്കർ എന്നിവർ അറിയിച്ചു. തിരുവല്ലാമല മലേശമംഗലത്ത് മാങ്ങ പറിക്കുന്നതിനിടെ മാവിൽ നിന്നും വീണ് പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചോഴിയങ്കോട് വീട്ടിൽ 70 വയസ്സുള്ള ഗോവിന്ദനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്.
കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയായി നടന്നുവന്ന വേനൽത്തുമ്പി അവധിക്കാല ബാലവേദി ക്യാമ്പ് സമാപിച്ചു. സമാപന ദിവസം സംഘടിപ്പിച്ച പ്രകൃതി പഠനയാത്ര ക്യാമ്പ് അംഗങ്ങൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചു. ചരിത്രശേഷിപ്പുകളുള്ള മുനിയാട്ടുകുന്ന്, മുപ്ലിയത്തെ, മുളങ്കാട് എന്നിവിടങ്ങളിലേക്ക് നടത്തിയ പഠനയാത്രയ്ക്ക് വായനശാല ഭരണസമിതി അംഗവും റിട്ടയേർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥനുമായ PG ശിവൻകുട്ടി, മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ്, ഭരണസമിതി അംഗം BT ഷോബി, ഗോപി തച്ചനാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കയ്പമംഗലം അയിരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് നടന്ന കാഴ്ച ശിവേലി എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. വഴിയമ്പലം സെന്ററിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പ് വിവിധ താളമേളങ്ങളുടെയും താലത്തിന്റെയും അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. എഴുന്നള്ളിപ്പിന് ശേഷം നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും രാത്രി പള്ളിവേട്ട എഴുന്നള്ളിപ്പും നടന്നു. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി SN പുരം റൈഡേഴ്സ് ക്ലബ്ബ് പ്രഭാത നടത്തം സംഘടിപ്പിച്ചു. നടക്കാം ആരോഗ്യത്തിലേക്ക് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച പ്രഭാത സവാരി ക്ലബ്ബ് രക്ഷാധികാരി ഹരീഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് പ്രേം C. ശങ്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സൂരജ് CP, ജോയിന്റ് സെക്രട്ടറി അനു കാരണത്ത് എന്നിവർ സംസാരിച്ചു. മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേള നടന്നു. പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നടന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ടഗ് ഓഫ് വാർ മത്സരങ്ങളിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായി. പുരുഷ വിഭാഗത്തിൽ യഥാക്രമം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി എന്നീ ടീമുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നീ ടീമുകൾക്കാണ് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ. സമാപന സമ്മേളനത്തിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഒബ്സർവർ V. മഹാദേവൻ സമ്മാനദാനം നിർവഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ബിബിൻ G, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, കായിക വിഭാഗം മേധാവി ഡോക്ടർ പോൾ ചാക്കോ, കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജെർലിൻ വിസ്കറിയ എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ അടുത്ത മാസം 3 നടക്കുന്ന വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാളിന് മുന്നോടിയായി ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. കൊടകര ഫൊറോന വികാരി ഫാദർ ജേസൺ കരിപ്പായി ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ വിക്ടർ തൊമാന, ജനറൽ കൺവീനർ ബിജോയ് കുറ്റിക്കാടൻ, ജോയിന്റ് ജനറൽ കൺവീനർ അന്തോണിക്കുട്ടി ചെതലൻ, അഡ്വക്കേറ്റ് BP ഡിസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാണിജ്യം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ ലോൺ വിഭാഗം ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിൽ 25 കോടിയിലധികം നേട്ടം കൈവരിച്ചതിന്റെ ഭാഗമായി വാർഷിക ജനറൽ മീറ്റിംഗും ആഘോഷവും തൃശൂർ പേൾ റീജൻസിയിൽ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രസന്ന രാജു കൊട്ടേക്കാട് വിശിഷ്ടാതിഥിയായി. സ്ഥാപകൻ രാജേഷ് PR, ഭാര്യ സജിമോൾ രാജേഷ്, ഡയറക്ടർമാരായ ചിന്നമ്മ വിൻസെന്റ്, കവിത, കാർത്തിക എന്നിവർ ഉൾപ്പെടെ കമ്പനിയുടെയും വിവിധ വിഭാഗങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. 55-ൽ പരം ശാഖകളിൽ നിന്നായി 300-ൽ അധികം ജീവനക്കാരാണ് പങ്കാളികളായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാരെ ട്രോഫികളും ക്യാഷ് അവാർഡുകളും നൽകി ആദരിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാന
സംസ്ഥാനങ്ങളിലായി 55-ൽ പരം ശാഖകളും 750-ൽ പരം ജീവനക്കാരുമായി 1000 കോടി രൂപയുടെ ടേൺ ഓവർ സ്വന്തമാക്കിയ സ്ഥാപനമാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്. അടുത്ത 5 വർഷത്തിനകം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ശാഖകൾ വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഫ്യൂച്ചർ വെൽത്ത് ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ മുഖേന നടത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിലാളികളും ഡയറക്ടർ ബോർഡും തമ്മിലുള്ള ഏകോപിത പ്രവർത്തനങ്ങളാണ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മൂവ്മെന്റിന്റെ BJP മനസ്സ് മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ. വലിയകര മടവാക്കരയിൽ കൊച്ചിൻ സേലം പാചകവാതക പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിച്ചു. പാചകവാതക വിതരണം പുനരാരംഭിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ദീപസ്തംഭവും താൽക്കാലിക കവാടവും ചെളി തേച്ച് നശിപ്പിച്ചതിൽ അന്വേഷണം ഊർജിതം. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.